നമസ്കാരം. ഞാൻ കർത്താസ് ആയുർവേദിക് വെൽനസ് സെൻ്ററിൽ നിന്നും ഡോക്ടർ ആരതി. ഞാനിന്ന് വെരിക്കോസ് വെയിനിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. വെരിക്കോസ് വെയിൻ ഇപ്പോൾ സർവ്വസാധാരണമായിട്ടും ഉള്ളൊരു രോഗമായി മാറിയേക്കുകയാണ്. പണ്ട് കാലങ്ങളിൽ ഇത് പ്രത്യേകതരം നിൽക്കുന്ന മാത്രം ജോലി ചെയ്യുന്നവർക്ക് വരുന്നത് എന്ന് കരുതിയിരുന്ന ഒരു രോഗമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ വളരെ ചെറുപ്പക്കാർ തൊട്ട് ഈ അസുഖം കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ശതമാനം കൂടി വരികയാണ്. അപ്പോൾ അതെന്താണ് ഇതിൻ്റെ കാരണം? പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് അത് കൂടുതലുമായിട്ട് കാണുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണങ്ങളെന്ന് നോക്കാം. വെയിൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ശരീരത്തിലുള്ള അശുദ്ധ രക്തം സർക്കുലേഷനിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന ജോലിയുള്ള വെസൽസാണ്. അപ്പോൾ ഇതിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഈ വെസലിൽ എന്തെങ്കിലും തകരാറുകളുണ്ടെങ്കിൽ ഈ പൂർണ്ണമായിട്ട് ഈ രക്തം എത്താതെയും ഈ സർക്കുലേഷനിലേക്ക് കയറാതെ വരികയും അവിടെ ഒരു സ്ഥലത്ത് കെട്ടിക്കിടക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ അതിനെയാണ് വെരിക്കോസ് വെയിനായിട്ട് കാണുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും വെയിനിനുള്ളിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ വെയിനിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ വാൽവുകളുണ്ട്. അപ്പോൾ ഈ മുകളിലേക്ക് പോയ രക്തം തിരിച്ചു വരാതിരിക്കാൻ സഹായിക്കുന്നത് ഈ വാൽവാണ്. അപ്പോൾ ഈ വാൽവിൻ്റെ ബലം നഷ്ടപ്പെടുകയും ഈ വാൽവ് അടയാതെ വരികയും ഇത് തുറന്നു വരികയും ഈ നമ്മൾക്ക് മുകളിലേക്ക് പോകേണ്ട രക്തം താഴേക്ക് വരികയും അവിടെ ആ ഞരമ്പിൽ കെട്ടിക്കിടക്കുകയും ചെയ്യുന്നു. അങ്ങനെ അതൊരു അവിടെ പെടഞ്ഞു കിടന്നിട്ട് കുറേ കാലം കഴിയുമ്പോൾ അത് പൊട്ടി വെരിക്കോസ് അൾസറിലേക്കൊക്കെ മാറാറുണ്ട്. അപ്പോൾ എന്താണ് ശരിക്കും ഉള്ളിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ വാൽവിന് അവിടെ ഒരു നാശം സംഭവിക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ വെസൽ, ആ വെയിൻ തന്നെ നശിക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കാലിലായത് സംഭവിക്കുന്നതെങ്കിലും ഇതിൻ്റെ മൂലകാരണം കുറച്ചും കൂടെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും തമ്മിൽ കണക്റ്റഡ് ആണ് എന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് എല്ലാ ഓർഗൻസിൻ്റെയും ഹെൽത്തിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തെ എവിടെ എന്ത് സംഭവിച്ചാലും അതിൻ്റെ പ്രധാന കാരണം വരുന്നത് നമ്മുടെ എന്തെങ്കിലും ഒരു ഉള്ളിലെ ഒരു മെയിൻ ഓർഗനുമായിട്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ നിന്നും ഒക്കെയുള്ള രക്തം ആദ്യമേ തന്നെ പോകുന്നത് നമ്മുടെ ലിവറിലേക്കാണ്. അപ്പം ലിവറിൽ ഒരു പ്രത്യേക സർക്കുലേഷൻ ഉണ്ട്, പോർട്ടൽ സർക്കുലേഷൻ എന്ന് പറയും. അപ്പം ഇത് നമ്മുടെ ഇൻറ്റസ്റ്റൈൻ, സ്റ്റൊമക്ക്, പാൻക്രിയാസ്, സ്പ്ലീൻ, ഇങ്ങനെ പല ഓർഗൻസുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ആദ്യമേ നമ്മുടെ ശരീരത്തേക്ക് വരുന്ന രക്തം ലിവറിൽ ചെന്ന് അതിൻ്റെ പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കി സർക്കുലേഷനിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ലിവറിൽ എന്തെങ്കിലും ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഈ സർക്കുലേഷൻ സ്മൂത്തായിട്ട് നടക്കുകയില്ല. പ്രത്യേകിച്ച് നമ്മുടെ ലിവർ സെല്ലുകൾ ഒരു സിറോസിസ് എത്തുന്ന സ്റ്റേജിലായിരിക്കും ഇത് കൂടുതലായിട്ട് അഫക്റ്റ് ആവുന്നത്. പക്ഷേ അതൊക്കെ ഒരു എക്സ്ട്രീം സ്റ്റേജാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും ചിലപ്പോൾ ഈ വെയിൻ. പക്ഷേ ഈ ഫുള്ളായിട്ട് സിറോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഫൈനലായിട്ട് ലിവർ ഡാമേജ് ആവുന്ന ഒരു സ്റ്റേജാണ്. പക്ഷേ ഇതിന് വളരെ കാലം മുന്നേ തന്നെ ഇതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉള്ളിൽ സംഭവിക്കാറുണ്ട്. പക്ഷേ അതാരും അറിയാറുമില്ല, അത് ഗൗരവമായിട്ട് എടുക്കാറുമില്ല. അപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ആ ലിവറിൻ്റെ ഡാമേജിൻ്റെ ഒരു തുടക്കമല്ല, അത് നമ്മൾക്ക് ടെസ്റ്റുകളിലൂടെ അറിയുന്ന ഒരു സ്റ്റേജ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഫാറ്റി ലിവർ വരുന്നതിന് കുറേ കാലം മുന്നേ തന്നെ നിങ്ങളുടെ ലിവറിൽ സെല്ലുകൾ ഡാമേജ് ആകുന്നുണ്ട്, ലിവർ കൺജഷൻ വരുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈലിന് വേണ്ട വിധത്തിലുള്ളൊരു സർക്കുലേഷൻ ഉണ്ടാകാതാവുകയും അത് ചെറിയ ചെറിയ സ്റ്റോണുകളായിട്ട് മാറുകയും ചെയ്യും. ഇതൊരിക്കലും ഒരു ടെസ്റ്റിൽ കിട്ടില്ല, കാരണം നമ്മുടെ ബൈലിൻ്റെ അതേ കണ്ടൻ്റാണ് അവിടെ കട്ടിയാകുന്നത്. പിന്നെ അത് ഒരു ലേറ്റർ സ്റ്റേജിൽ കൂടുതലായിട്ട് അതിലേക്ക് മിനറൽസൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത്, അതായത് ഫുള്ളായിട്ട് ആ ഒരു സിസ്റ്റം ബ്ലോക്ക് ആകുമ്പോൾ കൂടുതലായിട്ട് മിനറൽസ് അതിലേക്ക് ഡെപ്പോസിറ്റായി, പിന്നെ കൊളസ്ട്രോൾ, അങ്ങനെ കുറേ സാധനങ്ങൾ ഡെപ്പോസിറ്റ് ആവുന്ന സമയത്താണ് ഇത് ഫാറ്റി ലിവറായിട്ട് നമ്മൾക്കൊരു ടെസ്റ്റിൽ, ഒരു സ്കാനിൽ കാണാൻ പറ്റുന്നത്. അതിന് മുന്നേ തന്നെ ഇത് സംഭവിക്കും, ഈ കൺജഷൻ. അങ്ങനെ ഈ ലിവറിലെ ചെറിയ പാസേജുകളുണ്ട് ഈ നമ്മുടെ ബൈൽ എൻസൈമൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നത്. ഈ പാസേജുകളെല്ലാം ബ്ലോക്ക് ആവുകയും, ബൈൽ എന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റും ഒക്കെ ദഹിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൻസൈമാണ്. ഈ
എൻസൈം അവിടെ ബ്ലോക്ക് ആവുകയും നമ്മുടെ ശരീരത്തിൽ വേണ്ട രീതിയിലുള്ള ദഹന പ്രക്രിയകൾ നടക്കാതെ വരികയും ചെയ്യുന്നു. അങ്ങനെ ഈ ബ്ലോക്കാവുന്ന സമയത്ത് അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ബ്ലഡ് വെസലിനെയും ഇതൊന്ന് കൺജസ്റ്റഡ് ആക്കും. ആ സമയത്ത് ഈ വെയിനിനുള്ളിൽ പ്രഷർ ചെറുതായിട്ടൊന്ന് കൂടും. പിന്നെ വളരെ ഒരു ക്രോണിക് ആയിട്ടുള്ള സ്റ്റേജിൽ ഈ വെയിൻ മൊത്തത്തിൽ നശിക്കുകയും അവിടത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുകയും ചെയ്യും. പിന്നെ അത് ശരീരം വേറൊരു പാസേജിലൂടെ അതിൻ്റെ ഒരു സർക്കുലേഷനെ കടത്തിവിടും. അങ്ങനെ ആ വെയിൻ ഈ സെക്കൻഡറി ആയിട്ട് കൊളാട്രലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആ വീനസ് സർക്കുലേഷനിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകും. കാരണം അതൊരു ബോഡിയുടെ മെയിൻ സർക്കുലേറ്ററി സിസ്റ്റം അല്ല. അപ്പോൾ അതിലെ വെയിൻസൊക്കെ ചെറിയ കട്ടി കുറഞ്ഞതായിരിക്കും. അങ്ങനെ അത് പെട്ടെന്ന് പൊട്ടുകയും ഉള്ളിലൊക്കെ ബ്ലീഡിങ് വരികയും ചെയ്യും. ഇത് ഒരു സെക്കൻഡ് സ്റ്റേജ് അല്ല തേർഡ് സ്റ്റേജിൽ വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആദ്യത്തെ സ്റ്റേജിലാണ് ഈ മെയിനായിട്ടുള്ള ഈ വെയിനുകളിൽ ഈ വെരിക്കോസിറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരാൾക്ക് വെരിക്കോസ് ഉണ്ടെങ്കിൽ അതിലൊരു 30% 40% മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ. നമ്മളീ കാണുന്ന മെയിൻ ഞരമ്പുകളിൽ മാത്രമല്ല ഈ അവസ്ഥ ഉള്ളത്. നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഉള്ളിൽ, പ്രത്യേകിച്ച് കുടൽ സംബന്ധമായിട്ടുള്ള വെയിനുകളിലും ഇത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് വരുന്നത്. അപ്പോൾ ഈ പൈൽസും വെരിക്കോസ് വെയിനും ഇതെല്ലാം കണക്റ്റഡാണ്. ഇതിൻ്റെ ശരിക്കും പ്രധാനമായിട്ടുള്ള കാരണം വരുന്നത് നമ്മുടെ ലിവറിലാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. പിന്നീട് രണ്ടാമതൊരു കാരണം, എന്തുകൊണ്ടാണ് ഈ വെസൽസും ഒക്കെ നശിച്ചു പോകുന്നത് എന്ന് വെച്ചാൽ, ഈ വരുന്ന ഒരു പ്രഷർ ഒരു കാരണം. മറ്റൊരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ദഹനം പൂർണ്ണമായിട്ട് നടന്നില്ലെങ്കിൽ, അതും ഈ ലിവറുമായിട്ട് തന്നെ കണക്റ്റഡാണ്. ലിവർ ഒരു പ്രധാന അവയവം. നമ്മുടെ ആഹാരരീതി കാരണമാണ് ഈ ലിവറിൽ കൺജഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ ലിവറിന് വേണ്ട വിധത്തിലുള്ള എൻസൈംസും ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരും. പിന്നെ അതിനോടനുബന്ധിച്ച് പാൻക്രിയാസിൽ ഇതേ സംഭവം അഫക്റ്റ് ആവും. നമ്മുടെ അശുദ്ധമായിട്ടുള്ള രക്തം കൂടുതലായിട്ട് ഈ വെയിനിലാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലഡ് പൂർണ്ണമായിട്ട് ശുദ്ധീകരിക്കാതെ വരികയും അതിലേക്ക് കൂടുതലായിട്ട് അസിഡിക് ആയിട്ടുള്ള കണ്ടൻറ്റ് വരുമ്പോൾ ഈ ബ്ലഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ നിന്നും തന്നെ കുറേ മിനറൽസ് അബ്സോർബ് ചെയ്യും. അതായത് കാൽഷ്യം, മഗ്നീഷ്യം പോലുള്ള മിനറൽസ് അബ്സോർപ്ഷൻ നടക്കും. തിരിച്ച് ബ്ലഡിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വരും. ആ സമയത്ത് ഈ സർക്കുലേറ്റ് ചെയ്യുന്ന മിനറൽസ് എല്ലിൽ നിന്നും എടുക്കാം, നമ്മുടെ മസിൽ നിന്നും എടുക്കാം, നമ്മുടെ ഈ വെയിനുകളിൽ നിന്നും ആർട്ടറികളിൽ നിന്നും എല്ലാം എടുക്കാം. അപ്പോൾ ആ സമയത്ത് ഇവിടെ കൂടുതലായിട്ട് ക്ഷയം സംഭവിക്കുന്നു. ആ വെസലിൻ്റെ സ്ട്രെങ്ത് പോവുകയും അതോടൊപ്പം തന്നെ ആ വാൽവ് നശിക്കുകയും ചെയ്യുന്നു. അതും ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ നമ്മൾക്ക് വെരിക്കോസ് വെയിൻ പൂർണ്ണമായിട്ട് ശരിയാകണമെങ്കിൽ അത് ഇൻറ്റേർണലായിട്ടുള്ളൊരു രീതിയിൽ ശരീരമൊക്കെ ശുദ്ധി ചെയ്ത് നമ്മുടെ മെറ്റബോളിസം ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നത് പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ പലർക്കും ഇത് മാറാത്തത്. പലരും പലതും തേച്ച് നോക്കും, അല്ലെങ്കിൽ അതിന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കും, ഇത് മാറാറില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നാൽ അതിൻ്റെ ബേസിക് അല്ലെങ്കിൽ കോർ റീസൺ മാറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചികിത്സിച്ചാൽ വെരിക്കോസ് വെയിൻ പൂർണ്ണമായിട്ട് മാറും.